ഹായ് ഫ്രണ്ട്സ്, സെൻട്രം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്നത്തെ നമ്മുടെ വിഷയം അടുക്കളത്തോട്ടം ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ ഇനി വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം പ്രയോജനം ചെയ്യുന്നതാണ്. ഇത് കണ്ടോ, നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ സ്ഥലം തന്നെ കണ്ടോ, ഇതൊരു പന്തൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ മനോഹരമായ നമ്മുടെ കണ്ണിന് കുളിർമ തരുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ പരിചയപ്പെടാനായിട്ട് പറ്റും. അപ്പോൾ അതാ ചെയ്തിരിക്കുന്ന സാറ് സജി സാറ് നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. സാറ് റെയിൽവേയിലായിരുന്നു അല്ലേ? റെയിൽവേയിലായിരുന്നു. റിട്ടയർഡ് ആയി 1 കൊല്ലം മുമ്പ് 1.5 കൊല്ലമായി റിട്ടയർഡ് ആയിട്ട്. അപ്പോൾ ഇതിപ്പോൾ അറേഞ്ച് ചെയ്തിട്ട് 1.5 കൊല്ലമായി. 1.5 കൊല്ലമായി. നേരത്തെ ഇതിൽ താല്പര്യം ഉണ്ടായിരുന്നോ അതോ ഇപ്പോൾ ഒഴിവ് സമയം കിട്ടിയത് കൊണ്ട് ചെയ്യുന്നതാണോ? കൃഷി നേരത്തെ എനിക്ക് താല്പര്യമായിരുന്നു. പിന്നെ ഇപ്പം റിട്ടയർഡായി വന്നു. ഒരു ടൈം പാസ്, ഒരു സമയം ചെലവഴിക്കാനുള്ളൊരു മാർഗം എന്നുള്ള രീതി. അത്ര നന്നായിട്ടുള്ള ഒരു കൃഷിയല്ല ഇത്, എന്നാലും എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണോ. ഇപ്പം ഈ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് PVC പൈപ്പിലാണല്ലോ. അപ്പം ഇതിനൊക്കെ ഇപ്പം എത്ര നാള് ഇതിനൊരു ഗ്യാരണ്ടി പറയാനായിട്ട് പറ്റും? ഇപ്പം ഗ്യാരണ്ടി എന്ന് ഇതിപ്പോൾ 4-5 കൊല്ലമൊക്കെ നിൽക്കുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം PVC അല്ലേ, അത് എത്ര നാൾ വേണമെങ്കിലും നിൽക്കുമല്ലോ. അപ്പം ഇതിങ്ങനെ ഇത്ര നല്ലതായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു ഇതെങ്ങനെയാ? ഇത് നമ്മൾ ഫിക്സ് ചെയ്തേക്കുന്നതെന്ന് പറയുന്ന വേസ്റ്റ് ആയിട്ടുള്ള ഉണ്ടായിരുന്ന കോൺക്രീറ്റ് കമ്പി പീസ് വന്നതെല്ലാം കൂടെ. അപ്പോൾ എൻ്റെ ഒരു വീടിൻ്റെ ഒരു റിനോവേഷൻ നടത്തി. അപ്പോൾ അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന കമ്പികളൊക്കെ ചെയ്ത് ഇങ്ങനെ കുറ്റി നാട്ടി നമ്മളൊരു കമ്പി കോൺക്രീറ്റ് കമ്പി നാട്ടി അതിൻ്റെ മുകളിലോട്ട് ഇത് PVC ഇങ്ങനെ ഇറക്കി വെച്ചിരിക്കുന്നത്. ഇത്ര നല്ല ബലത്തോടെ ഇറക്കി വെച്ച് ഇങ്ങനെ വളച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ഇത് ഗാർഡൻ വല വാങ്ങിച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ കൂടെ ഇട്ട് നമുക്ക് വേണ്ടുന്ന ഏത് ടൈപ്പും പടരുന്ന ചെടികളെ ഇതിനകത്ത് വളർത്താനായിട്ട് പറ്റും. ഇതിന്റെ പുതിയതായിട്ട് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പുറത്തുള്ളതല്ലേ? ഇപ്പൊ ചെയ്തതാണ്. അത് നമുക്ക് കാണാം. അപ്പുറത്ത് നമ്മളൊരു പന്തല് കണ്ടില്ലേ, PVC പൈപ്പും കൊണ്ട്. ഇത് അങ്ങോട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് ഇത് വ്യക്തമായിട്ട് കാണാൻ പറ്റും ഇതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഈ പന്തല് കണ്ടോ, PVC പൈപ്പിംഗ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതിൻ്റെ ഈ സൈഡിലെല്ലാം ഓരോ കമ്പി അടിച്ചിട്ടുണ്ട്. കമ്പി നന്നായിട്ട് ഇറക്കിയാണ് അടിച്ചിരിക്കുന്നത്. അതിൽ നമ്മളുടെ ഈ PVC പൈപ്പ് കുത്തി ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനെ വളച്ച് കൊണ്ടുവന്നു. എന്നിട്ട് ഇങ്ങേ സൈഡിലും അതുപോലെ കമ്പി ഇറക്കിയിട്ടുണ്ട്. അവിടോട്ട് ഇതിനെ ഫിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോ PVC പൈപ്പ് കുറുകെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒരേ അളവിൽ തന്നെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിനെല്ലാം ഇതുപോലെ കെട്ടി കൊടുത്തിട്ട് നമ്മുടെ നെറ്റ് ഇതിൻ്റെ പുറത്തുകൂടെ അങ്ങ് വിരിച്ചു കൊടുത്തിട്ട് അതും കെട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് വേണ്ടുന്ന എന്ത് കാര്യവും പടത്തുന്ന രീതിയിലുള്ള പച്ചക്കറികളെല്ലാം നമുക്ക് നടാനായിട്ട് പറ്റും. ഇതേ കണ്ടോ, ഇത് പൂത്ത് നിൽക്കുന്നത്, ഇത് കുക്കുംബറല്ലേ? കുക്കുംബറെല്ലാം പൂവായിട്ട് വന്ന് നിൽപ്പുണ്ട്. നല്ല സൂര്യപ്രകാശം കിട്ടുന്നുണ്ട്. നമ്മളിവിടെ നട്ടിരിക്കുന്നതേ ഇവിടെ ഇങ്ങനെ റാക്ക് പോലാക്കി ബെഡ് പോലാക്കി നട്ടിട്ടുണ്ടല്ലോ. ടൈൽസ് എനിക്ക് ബാക്കി വന്ന ആ വീടിൻ്റെ ആ പണിയുടെ ബാക്കി വന്ന ടൈൽസ്, പിന്നെ അത് അങ്ങനെ വെച്ചിട്ട് സ്വല്പം കോൺക്രീറ്റ് കൂടി ഇട്ടിട്ടുണ്ട്. സൈഡ് ഇട്ട് കൊടുത്തന്നേ ഉള്ളൂ അല്ലേ? അതും ഇപ്പൊ 1.5 കൊല്ലമായിട്ട് ഇങ്ങനെ തന്നെ നിൽപ്പുണ്ട്. അത് 1.5 കൊല്ലം ആയില്ല, പണി നടന്നു. ഞാനിപ്പം റിട്ടയർഡ് ആയിട്ട് 1.5 കൊല്ലമേ ഉള്ളൂ. അതിന് ശേഷമുള്ള കാര്യങ്ങളായത്. അതിനകത്ത് ഇപ്പൊ തക്കാളി വെച്ചിട്ടുണ്ട്. ഈ തക്കാളി ഒരു പ്രത്യേകത, ചെറിയ തക്കാളി, മറ്റേ മണിത്തക്കാളി ആയതല്ലേ? കഴിഞ്ഞ കൊല്ലമൊക്കെ ഒരുപാടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആയി വരുന്നേ ഉള്ളൂ. അപ്പം അതിന് ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള സൂര്യപ്രകാശം കിട്ടുന്നില്ല. അതുകൊണ്ട് അത് ഇങ്ങനെ നിൽക്കുക. അല്ലെങ്കിൽ അത് ഈ പന്തലിനകത്ത് കയറ്റിയത് കൊണ്ടാണോ കിട്ടാത്തെ? അതെ, അതുകൊണ്ടാണ് അത് കിട്ടുന്നത്. ഇത് പുതിന അല്ലേ? അത് പുതിന ചുമ്മാ ഒരു തണ്ട് കൊണ്ട് വെച്ചതാണോ? മതി, ചുമ്മാ ഒരു തണ്ട് കൊണ്ട് വെച്ചാൽ മതി, അത് വളർന്നോളും. ഇതിനും അത്യാവശ്യം വെയിലൊക്കെ വേണോ? അതിനും അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്. ഒരുപാട് മഴയായി കഴിഞ്ഞാൽ അത് പിന്നെ അളിഞ്ഞങ്ങ് പോകും, ഫംഗസ് പിടിക്കാൻ. ഇതേ പലയിടത്തും ഇപ്പം എല്ലാവരും ഇത് കൃഷി ചെയ്താണോ? ഇത് കൃഷി ചെയ്താന്ന് പറയാം. കാരണം കഴിഞ്ഞ കൊല്ലം കുറേ ഉണ്ടായിരുന്നു. എനിക്ക് പണ്ട് ചെറുപ്പത്തിൽ ഇതൊക്കെ ഈ പറമ്പിലൊക്കെ ഉണ്ടായിരുന്നതാണ് പണ്ട് തൊട്ട്. അപ്പോൾ അത് പിന്നീട് കണ്ടപ്പോൾ നോക്കി ഒന്ന് വളർത്തിയെടുത്താലോ എന്ന് കരുതി അങ്ങനെ നട്ടതാ. ഇത് അല്ലാതെ ഇത് മാർക്കറ്റിൽ കൊടുത്താൽ അതിന് ക്യാഷ് അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം മാർക്കറ്റിൽ കിട്ടുന്ന ഇതല്ല, ഇതിന്റെ വലുതാ അല്ലേ? അത് ഹൈബ്രിഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിപ്പം നമ്മള് പറിച്ചു തിന്നുക, അല്ലെങ്കിൽ വല്ല അച്ചാറിടാനൊക്കെ നല്ലതാ അല്ലേ? പിന്നെ സബ്ജിക്കകത്തൊക്കെ ഇടും. വെടിനൊട്ടയ്ക്കാന്ന് ഞങ്ങൾ പറയും. പല പേരിൽ ഇതിനെ അറിയപ്പെടും. ഞൊട്ടാഞ്ഞൊടി എന്നൊക്കെ ചിലപ്പോൾ ഇടയ്ക്ക് ഓരോ പോസ്റ്റുകൾ കാണാറുണ്ട്. ഇത് ഭയങ്കര ഔഷധ സസ്യമാണ്, ഇതിന് കിലോയ്ക്ക് ലക്ഷക്കണക്കിന് വിലയാണെന്നൊക്കെ പറഞ്ഞ് കണ്ടായിരുന്നേ. ഇതിന്റെ പഴുത്ത് വരുന്നേ ഉള്ളൂ. ആണെങ്കിൽ ഇത് നന്നായിട്ട് പഴുത്തു കഴിഞ്ഞാൽ നല്ല മധുരമുണ്ട്. അതൊന്ന് എടുത്ത് നോക്കി. നല്ല മധുരമാണ് ഇതിന്. പഴുത്തു കഴിഞ്ഞാൽ നല്ല മധുരം. ഇതിന് ഒരുമാതിരി മധുരം വെച്ചിട്ടുണ്ട് വരുന്നതേ ഉള്ളൂ. നാടനാ. നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന കുറച്ചുകൂടെ വലുതാ കണ്ടിട്ടില്ല. ചെറിയൊരു മധുരം ഉണ്ടായിട്ടുണ്ട്.
ഇതിൽ പടത്തിയിരിക്കുന്ന പയർ ഏതാ സർ? ഇത് നമ്മൾ കുറ്റിപ്പയർ എന്നാ പറഞ്ഞ് കൊണ്ടുവന്നേ. ഇതാണോ അതിന്റെ മൂട്? ഇതാ അതിന്റെ മൂട്. ഇത് മഴയായോണ്ട് ഭയങ്കരമായിട്ട് അങ്ങ് പന്തലിച്ച് കഴിഞ്ഞപ്പോൾ ഇത് പൂക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വിടാൻ തുടങ്ങി. ഇതിനെ പ്രൂൺ ചെയ്തല്ലേ? അപ്പോഴാണ് അത് കുറച്ച് പൂക്കാൻ തുടങ്ങി. അപ്പൊ ഇത് നിൽക്കും തോറും ഇതുപോലെ നമ്മുടെ കോവലൊക്കെ നിൽക്കുന്ന പോലെ നല്ല കനത്തിലായി. ഫസ്റ്റ് എക്സ്പീരിയൻസ് എനിക്ക്. കുറെ നാളങ്ങ് നിൽക്കുമായിരിക്കും മിക്കവാറും എന്ന് പ്രതീക്ഷയുണ്ട്. അപ്പൊ അതിനെപ്പറ്റി അറിയാവുന്നവർ കമന്റ് ചെയ്യണം. തേണ്ട കണ്ടോ, നമ്മൾ കോവലൊക്കെ നട്ടു വളർത്തുന്നത് പോലെ തേണ്ടേ ഇത് കൊത്തമര എന്നാ നമ്മുടെ ഇവിടെ പറയുന്നത്. ഇതിങ്ങനെ പടന്നു പോകും. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാവുന്നവർ കമന്റ് ചെയ്യണേ. ഇതാണ് അതിന്റെ പൂവ്, വെള്ള കായ. ഇതാണ് അതിന്റെ കായ. ഇതിന്റെ കൂട്ടത്തിൽ വേറെ ഏതും പടത്തിയിട്ടുണ്ടോ? അത് തന്നെ കിളിച്ചു വന്നതായിരിക്കണം. അങ്ങനെ നിന്നു. പിന്നെ ഈ സാധനം ഇത് കണ്ടിട്ടുണ്ട്. ഇതിന്റെ കുക്കുംബറാണോ? കുക്കുംബർ അല്ല, ഇത് വേറൊരു ഇതാണ്. അതിന്റെ ചൊരക്കല്ല, ഇത് വേറൊരു ഒത്തിരി വലുതാവുന്ന. ഇത്രയും കൂടെ വരത്തുള്ളൂ, പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല, കാരണം അത് മൂത്ത് പോകും. പീച്ചിങ്ങയുടെ വേറൊരു ടൈപ്പായത്. അത് പിന്നെ ഇവിടെ ഭയങ്കര കീടമായതുകൊണ്ട് ഞാനിത് പോയിഞ്ഞു വെച്ചു. നമ്മളിപ്പോ ഇതിന്റെ ഉദ്ദേശം തന്നെ കീടനാശിനി ഇല്ലാത്ത ഒരു ജൈവ രീതിയിലെല്ലാം ചെയ്യാനുള്ള ഒരു പ്ലാനാ. ഭയങ്കര കീടമാ. അതെ. ഇത് കൂർക്ക ഇവിടെ ഈ കൂർക്ക സാർ എങ്ങനെയാ നടുന്നേ? കൂർക്ക അതില് കിളിപ്പിച്ചിട്ട് മുറിച്ച് നടുകയായിരുന്നു. ഇതൊക്കെ ഒരു പരീക്ഷണമായത്. സക്സസ് ആകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഇതിനകത്ത് ചെറിയ കിഴങ്ങുകളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് സക്സസ് ആയി. നമ്മൾ ഒടിച്ചു കുത്തി അതിന്റെ മണ്ട ഒടിച്ച് നട്ടു വെക്കുവാണെങ്കിൽ സക്സസ് ആകും. ഇളക്കമുള്ള മണ്ണായിരിക്കണം എന്നേ ഉള്ളൂ. കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. പച്ചച്ചീരയൊക്കെ നട്ടതാണോ ഇവിടെ? പച്ചച്ചീര ഇവിടെ ഉണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നതാ. അപ്പൊ അത് ഇവിടെ നല്ല ഒരുപാടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അരി വീണ് കിളിച്ചതാ. പിന്നെ അതിന് പ്രത്യേകിച്ച് പരിചരണമൊന്നും വേണ്ട അതിന്. അതുപോലെ കറിവേപ്പ് ഇത് ഇങ്ങനെ പ്രൂൺ ചെയ്ത് നിർത്തിയതാണോ? അല്ല, ഒടിച്ചൊടിച്ചെടുത്തതാ, വീട്ടിലെ ആവശ്യത്തിന് എടുത്തതാ. ആണോ? അപ്പൊ ഇതിനും പ്രത്യേകിച്ച് എന്തെങ്കിലും വളങ്ങളോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുവോ? ഇല്ല, ഇത് നമ്മുടെ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട്, പഴകിയ കഞ്ഞിവെള്ളം. പിന്നെ അങ്ങനെയൊക്കെ ഉള്ളു, അല്ലാതെ വലിയ പ്രത്യേകിച്ച് ഒരു വളങ്ങളും ഒന്നും കൊടുക്കാത്ത. ഇല്ല, വളം കൊടുക്കാറുണ്ട്. വളം കൊടുക്കാതെ ശരിയല്ല. നമ്മള് രാസവളം ചിലപ്പോഴൊക്കെ കലക്കി ഒഴിക്കും. ഏതാ അത് ഒഴിക്കുന്നേ? ഫാക്ടംഫോസാ മിക്കവാറും. അത് ഏത് റേഷ്യോ അല്ല കലക്കി ഒഴിക്കുന്നേ? 10 ലിറ്ററിന്റെ ഒരു ബക്കറ്റിനകത്ത് കലക്കി കഴിഞ്ഞാല് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കും. 10 ലിറ്ററിന്റെ ബക്കറ്റിൽ ഒരു പിടിയാണോ? എന്നിട്ട് അതങ്ങ് തളിച്ചു കൊടുക്കും. എയർ ലെയർ ഞാൻ ചെയ്ത് നോക്കി, അതൊന്ന് മാറ്റിയെടുക്കാമോ? ഇതിന്റെ ഇത് നമ്മുടെ പാലക്കെന്ന് കേട്ടിട്ടുണ്ട്. ഉണ്ട് പാലക്ക. അതിന്റെ ഇല എടുക്കും അല്ലേ? അതിന്റെ ഇല എടുക്കും. പാലക്ക ചീര. ഇത് വ്ളാത്താങ്കര ചീരയാണോ അതോ? എന്തോ ചീരയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിത്ത് കിട്ടുന്നു, അതുകൊണ്ട് നടുന്നു. ഇത് നമ്മുടെ ചുമന്ന വെണ്ട. ഇതിങ്ങനെ എന്നിട്ട് കുറച്ചാകുമ്പോഴത്തേന് ഇതുപോലെ പ്രൂൺ ചെയ്ത് വിടും അല്ലേ? അത് അതിന്റെ വളർച്ച എത്തി കഴിഞ്ഞ് ഒന്ന് പ്രൂൺ ചെയ്ത് വിട്ടു. അത് സക്സസ് ആകുമോ നോക്കട്ടെ, അതിനു വേണ്ടി ചെയ്തതാ. പക്ഷെ അത് ചെറിയ കായായിട്ടാ പിന്നെ വരുന്നത്. ആദ്യം ഉണ്ടാകുന്ന അത് വരുന്നില്ല. പിന്നെ ഇത് ഞാൻ കൊണ്ടുപോയി ഞങ്ങൾ ഈയിടെ ഒന്ന് പരീക്ഷണം ചെയ്യാത്ത എന്താണ്, മുന്തിരി. നാടൻ മൽബറി ആണോ? അത് നാടൻ മൽബറി. ഈ കുരുമുളക് നേരത്തെ ഉണ്ടായിരുന്ന ഇവിടെ ഉണ്ടായിരുന്നതന്നെ അല്ലേ? ഇവിടെ നേരത്തെ റബ്ബറായിരുന്നു, വെട്ടിക്കളഞ്ഞ് ബാക്കി നിന്നതാകും. ഏകദേശം വീട്ടിൽ വേണ്ടുന്ന എല്ലാം ഇവിടെ ഉണ്ടാക്കാനുള്ള ഒരു പരിശ്രമമാണ്. മഞ്ഞളും വിളവെടുക്കാറുണ്ടല്ലേ? ഉണ്ട്. ചേമ്പ്, കണ്ണൻ ചേമ്പുണ്ട്, ചീമച്ചേമ്പുണ്ട്, കപ്പയുണ്ട്. ഈ പന്നിശല്യം ഉണ്ടോ ഇവിടെ? പന്നിശല്യം ഇല്ല. പന്നിശല്യം നമ്മള് ചുറ്റിനും മതില് കെട്ടിയിരിക്കുന്നുണ്ട്. പന്നിശല്യം ഇല്ല. വാഴയുണ്ട്. പിന്നെ ഇത് ചീമച്ചേമ്പ്, മാവ്, ബഡ് മാവ് അല്ലേ? ഇത് അമരപ്പയറല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഒരുപാടുണ്ടായിരുന്നു, ആ ഭാഗത്ത് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം വന്നാൽ അത് വളർച്ച ഇച്ചിരി കൂടിപ്പോയതുകൊണ്ട് എല്ലാം ഒടിഞ്ഞൊടിഞ്ഞു പോവുക. പിന്നെ ആ കീടം വന്നു പോയി, അതങ്ങ് മൂത്ത് പോയി. ഇപ്പം പറിച്ചില്ല. അത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കുമ്പോൾ നമ്മൾ പറിച്ചാലേ അത് തോരൻ വെക്കാനോ കറി വെക്കാനോ ഉള്ളത്തുള്ളൂ. നല്ലത്. പിന്നെ ഇഞ്ചിയും ഒരു തടം എടുത്തിങ്ങനെ നട്ടിരിക്കുക അല്ലേ? അതെ. കരിമ്പ്,
ചുരുക്കി പറഞ്ഞാൽ കോവലും ഉണ്ട് അതല്ലേ? ആ, കോവലുണ്ട്. കോവൽ അവിടെയുണ്ട്. കോവൽ നന്നായിട്ടുണ്ടാകുമായിരുന്നു. ഈ മഴ കാരണം കുറെ അങ്ങ് പോയി. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇത് ആ മഴയെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സീസണാണ്. ഇനി കൃഷി തുടങ്ങാൻ പോകുന്ന സമയത്തോട്ട് ഇവിടെ നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം അങ്ങ് നന്നായിട്ട് വരും. ഇപ്പൊ തന്നെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അപ്പം കുറച്ചും കൂടെ വെയിലൊക്കെ ആകുമ്പോഴത്തേന് ഇവിടെ സാറ് കുറെ നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ട്. ഇത് കണ്ടോ, നാടൻ പ്ലാവ്. ഇപ്പം എല്ലായിടത്തും പിന്നെ വിയറ്റ്നാം ഏർലയൊക്കെ വെച്ച് പിടിപ്പിക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ ആ നാടൻ പ്ലാവ് കലഞ്ഞിട്ടില്ല. അതിലും ഇപ്പം നിറച്ച് ചക്കയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. തെങ്ങ്, വാഴകൾ, ഏത്ത വാഴകൾ, ഇതെല്ലാം കൂടി എത്ര സെന്റ് സ്ഥലത്തിനകത്താണ് സാർ നിൽക്കുന്നത്? 10 സെന്റിനകത്താണ് ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാം ഇവിടെ കൃഷി ചെയ്യാനായിട്ട് പറ്റും. ഇത് കൈതയും കണ്ട ഇവിടെ ഗ്രോ ബാഗിൽ ചാക്കിനകത്താണ്, സിമെന്റ് ചാക്കിനകത്താണ് ഇവിടെ കൈത അടുപ്പിച്ച് വെച്ചിട്ടുള്ളത്. ഈ ജാതിമരമുണ്ട്. മത്തനെല്ലാം പൂവിട്ട് വരുന്നുണ്ട്. ഇതും അതുപോലെ പ്രൂൺ ചെയ്ത് വിട്ട മാവ അല്ലേ? ആണ്, പ്രൂൺ ചെയ്തിട്ട് ഏതാ? കിളിച്ചുണ്ടനോ? മണ്ണ് തേച്ചിട്ട് ചിരട്ട കമത്തി വെച്ചേക്ക് വന്നു, വെള്ളം താഴാതിരിക്കാൻ. കോവലിന്റെ പന്തൽ അവിടെ. ആ, കോവല് ചെറിയ രീതിയിൽ പന്തലിട്ട് നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഇത് നാടൻ കാപ്പി. ഇത് ഹൈബ്രിഡ് ഒന്നും അല്ലല്ലോ അല്ലേ? കാപ്പി. അതുപോലെ റംബൂട്ടാൻ, അതും ഇവിടെ നേരത്തെ നിന്നതാ അല്ലേ? ഇവിടെ ഇപ്പൊ ഏലം നട്ടിട്ട് 3 കൊല്ലമായിട്ടുണ്ടല്ലേ? ആ, 3 കൊല്ലമായിട്ടുണ്ട്. പൂത്ത്, പക്ഷേ അത് കാ പിടിച്ചില്ല. അതെന്താ? ഇവിടെ വെയിലുള്ളത് കൊണ്ടാണ്. അതെ, വെയില്, അതിന് തണല് വേണം, നല്ല ചൂടല് വേണം. അതെ. ഇത് കായ്ച്ചോ? അത് കായ്ച്ചിട്ടുണ്ട്. മുള്ളാത്ത കായ്ച്ചതാ, ഒരു പ്രാവശ്യം കായ്ച്ചത്. ഇതും പ്രൂൺ ചെയ്ത് വിടുന്നുണ്ടോ? പ്രൂൺ ചെയ്ത് വിടുന്നുണ്ട്. ഇവിടെ മൊസമ്പി, നെല്ലി, അതുപോലെ ചതുരപ്പയർ എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു അടുക്കളത്തോട്ടത്തിലോട്ട് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും, ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ഇതുപോലെ എല്ലാവർക്കും കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ കുറച്ച് സമയം നമ്മൾ അതിന് സ്പെൻഡ് ചെയ്താൽ മതി. സാർ എത്ര സമയം ഒരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട്? രാവിലെ കുറച്ച് നേരം, പിന്നെ വൈകിട്ട് ആ വെയിൽ മാറിയിട്ട് കുറച്ച് നേരം. വെള്ളം ഇപ്പൊ പ്രശ്നമില്ല. വറവിനാകുമ്പോൾ, വേനൽ സമ്മറിനാകുമ്പോൾ പ്രശ്നമാണ്. പിന്നെ കിട്ടുന്നതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകും. ഒഴിച്ചു കൊടുക്കും. പിന്നെ മഴവെള്ളം സംഭരിക്കുന്നുണ്ട്. മഴവെള്ള സംഭരണിയുണ്ട്. അത് മഴവെള്ളം ഇടയ്ക്കൊക്കെ മഴ പെയ്യുമ്പോൾ അത് നമുക്കൊരു ഉപകാരമാണ്. കൃഷിക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കും അല്ലേ? വഴുതന, അതുപോലെ കാച്ചില്, ഇവിടെ ചതുരപ്പയർ പടർത്തിയിരിക്കുന്നതും PVC പൈപ്പിന്റെ പന്തലിൽ തന്നെയാണ്. കണ്ടോ? അതുപോലെ കണ്ടോ, ഇവിടെ ഷീറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി വിരിച്ചു കൊടുക്കും. ഇവിടെ താഴെ ഉള്ള പോച്ച തന്നെത്താനെ അളിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അതാകുമ്പോൾ പ്രത്യേകിച്ച് പറിച്ചു കളയേണ്ട കാര്യമില്ല, കാട് കയറത്തുമില്ല. അതുപോലെ നിത്യവഴുതനങ്ങ. ഇവിടെ ആ ഷീറ്റ് വിരിച്ചതിന് ശേഷം ഇവിടുത്തെ പുല്ലെല്ലാം കരിഞ്ഞു പോയതാണ്. ഇവിടെ മാവ്, മുരിങ്ങ എല്ലാം നട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, കമ്പികൾ വെച്ചിട്ട് അതിനകത്തും ഇതുപോലെ കയറും ഒക്കെ കൊടുത്ത് നെറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ കോവല് പടത്താനായിട്ട് ഉപയോഗിച്ചിരുന്നല്ലേ? കോവല് പടത്തിയിട്ടുണ്ട്. അതിൻ്റെ മൂട് അവിടെ ഉണ്ട്. അതിനെയും പൊട്ടിക്കിളുത്ത് കയറണം. അതുപോലെ നെല്ലിയുണ്ട്. മൊസമ്പി കായ്ക്കാറായിട്ടുള്ളത്, അതുപോലെ കായ്ച്ചത് വേറെ ഇവിടെ. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അപ്പം നമുക്ക് സാറിനോട് ഇതിന് എന്ത് വളമാണ് കൊടുക്കുന്നതെന്ന് ചോദിക്കാം. സാർ, എന്ത് വളമാണ് ഇതിനെല്ലാം ഇട്ട് കൊടുക്കുന്നത്? സാധാരണ ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് വല്ല പോരായ്മ വല്ലതും വരുവാണെങ്കിൽ രാസവളം കലക്കി ഒഴിക്കും. ഫാക്ടംഫോസ് മുമ്പേ പറഞ്ഞതുപോലെ കലക്കി ഒഴിക്കും. അത് രണ്ടും മാത്രമേ ചെയ്യുന്നു. എന്നിട്ടും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവെല്ലാം ലഭിക്കുന്നുണ്ട്. ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, കീടനാശിനി ഇല്ലാത്ത അടുക്കളത്തോട്ടം എന്നുള്ള കൺസെപ്റ്റ്. അപ്പൊ അത്രയ്ക്ക് വിളവ് ഇതിനകത്ത് ഉണ്ടാവണമെന്നില്ല. കിട്ടുന്നതുകൊണ്ട് ഉള്ളത് മതി. ജൈവ നല്ല വിഷരഹിതമായിട്ടുള്ളത് കിട്ടണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.